ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ വീഡിയോ. എന്താണെന്നറിയില്ല, ഇത് ഭയങ്കര സന്തോഷം എക്സൈറ്റഡ് ഒക്കെയാണ് വീഡിയോ ചെയ്യാനായിട്ട്. പിന്നെ പുറത്ത് ഭയങ്കര മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, കേരളത്തിലെമ്പാടും ഇപ്പോൾ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കാനത്ത മഴയാണ്. അവിടെ നിങ്ങൾക്ക് സൗണ്ട് ചിലപ്പോൾ കേൾക്കായിരിക്കും കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലും അവിടെ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്, ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളൊരു കുത്തു കൊണ്ടുള്ള ഡ്രോയിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് കുത്തു കൊടുത്ത് ആളെ വേദനിപ്പിക്കാൻ മാത്രമല്ല, കുത്തു കൊടുത്തു കഴിഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ടുള്ള കലാസൃഷ്ടി തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആ ടെക്നിക്കിന്റെ പേരാണ് സ്ക്രിബ്ലിംഗ്. നമുക്ക് അത് വഴിയേ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് സ്ക്രിബ്ലിംഗ് ടെക്നിക്ക്, എങ്ങനെ അതൊക്കെ ചെയ്യാം എന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് സമയം നമ്മുടെ വീഡിയോയിലേക്ക് പോവല്ലേ? എന്നാ ബാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്ക്രിബ്ലിംഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡ്രോയിങ്ങിനകത്ത് അടിപൊളിയായിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് സ്ക്രിബ്ലിംഗ് എന്ന് പറയുന്നത്. സ്ക്രിബ്ലിംഗ് തന്നെ 2-3 തരത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡോട്ട് ഇട്ടുള്ള സ്ക്രിബ്ലിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചർ നമ്മൾ വരയ്ക്കുമല്ലോ, ഒന്നെങ്കിൽ പോർട്രേറ്റ് അല്ലെങ്കിൽ നമ്മുടെ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വരയ്ക്കും. അത് ഷെയ്ഡിംഗ് ഒക്കെ ചെയ്താണ് നമ്മൾ വരയ്ക്കുന്നത്, നമ്മുടെ ഡ്രോയിങ് പെൻസിൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അതിന് ഒരു ഇൻസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിന് വേറൊരു സെപ്പറേറ്റ് വേറൊരു അടിപൊളി കിടിലൻ മെത്തേഡാണ് ഈ ഒരു സ്ക്രിബ്ലിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡോട്ടുകൾ ഇട്ടാണ് നമ്മുടെ ചിത്രം പൂർത്തിയാക്കുന്നത്. അതായത് നമുക്കിപ്പോൾ പോർട്രേറ്റ് ചെയ്യാം, ലാൻഡ്സ്കേപ്പ്, എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തുകളിട്ട് മാത്രം നമ്മളതൊരു പിക്ചറായിട്ട് നമ്മൾ രൂപാന്തരപ്പെട്ടെടുക്കുക. സംഭവം വേറെ ഒന്നല്ലോ, നമ്മൾ കുത്തുകളിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു സ്ക്രിബ്ലിംഗ് എന്നുള്ള ആ ഒരു ടെക്നിക്ക്. അതിനകത്ത് നമുക്ക് സാധാരണ നമ്മുടെ പെൻസിൽസ് യൂസ് ചെയ്യാം, ഡ്രോയിങ് പെൻസിൽസ് യൂസ് ചെയ്യാം, അതുപോലെ നമ്മുടെ പെൻ യൂസ് ചെയ്യാം. നമ്മുടെ ഡ്രോയിങ് പെൻ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. ഞാനത് ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഡ്രോയിങ് പെൻ എന്ന് പറയുന്നത്. അത് പല തരത്തിലുള്ള പോയിന്റുകൾ കൊണ്ട് കിട്ടും. 0.0, 0.5, 0.2 അങ്ങനെ പല തരത്തിലുള്ള പോയിന്റുകൾ ഈ പെൻ അവൈലബിൾ ആണ്. അപ്പോൾ ആ പെൻ വെച്ചാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത്. നമുക്ക് സാധാരണ നമ്മുടെ ഡ്രോയിങ് പെൻസിൽ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഏത് മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് ഏത് മെറ്റീരിയലാണ് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് കിടിലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ആദ്യം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് വിചാരിച്ചു. കുറച്ച് നാളായിട്ട് എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ഞാൻ മടിച്ചു നിന്നു ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ മൊത്തം കുത്തുകളിട്ടല്ലേ, അപ്പോൾ കുറച്ച് ഭയങ്കര ടൈമൊക്കെ എടുക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാനിപ്പം മെല്ലെ ഒന്ന് വലിഞ്ഞത്. പക്ഷെ ചെയ്ത് നോക്കിയപ്പോഴായിട്ട് അറിഞ്ഞ് അടിപൊളിയായിട്ടുള്ള കിടിലൻ ഒരു മെത്തേഡാണ് സ്ക്രിബ്ലിംഗ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഫസ്റ്റ് ആർട്ട് വർക്ക് ചെയ്തത് നിങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ സെൽഫ് പോർട്രേറ്റ് ആണ് ചെയ്തത്. എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, ദൈവം ഇതിനിപ്പോൾ എങ്ങനെയായി തീരുമെന്നൊക്കെ. പക്ഷേ അടിപൊളിയായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കേട്ടോ. നമ്മൾ ചുമ്മാ നമ്മൾ അതിന് ഔട്ട്ലൈൻ ഇടുകയാണ് ചെയ്യുന്നത്. ആ ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം നമ്മൾ ഓരോ പെൻസിൽസും എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പെൻസിൽ വെച്ചല്ല, ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് പെൻ വെച്ചാണ്. അതുകൊണ്ട് പല തരത്തിലുള്ള പോയിന്റ് പെന്നുകൾ യൂസ് ചെയ്തു. 0.6 ഉള്ള പെൻ യൂസ് ചെയ്തു, 0.5 ഉള്ള പെൻ യൂസ് ചെയ്തു, 0.1, 0.2, 0.3 അങ്ങനെയുള്ള പലതരത്തിലുള്ള പെന്നുകളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓരോ ഷെയ്ഡ് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ പടം വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, ഓരോ ഷെയ്ഡ്സിനനുസരിച്ച് നമ്മൾ പെന്നിൻ്റെ ഗ്രേഡിയൻറ്റ് മാറ്റി കൊടുക്കും. എന്ന് വെച്ചാൽ HB, 2B, 4B, 8B, 6B അങ്ങനെ നമ്മൾ മാറ്റി യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിനകത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ കുത്തുകൾ ഇടാനായിട്ട് ആ ഓരോ ഷെയ്ഡുകൾ നമ്മൾ മാറ്റി കൊടുക്കും. ഇവിടെ ഷെയ്ഡല്ല, ഇവിടെ നമ്മുടെ പെൻസിൽ വെച്ചാണെങ്കിൽ ഷെയ്ഡുകളും പെൻ വെച്ചാണെങ്കിൽ പോയിന്റുകൾ മാറ്റി കൊടുക്കുന്നു. അപ്പോൾ ആ ഓരോ ഷെയ്ഡിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ആ നിബ് നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്യുന്നു. അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഇങ്ങനെ കുത്തി നമുക്ക് പറയാം, നമ്മളിപ്പോൾ ഒരു ആർട്ട് വർക്ക് ചെയ്ത് മുഴുകി പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ലയിച്ചിരിക്കും. അപ്പോൾ അത് എത്ര നേരമാണോ എന്ന് നമുക്കൊന്നും അറിയാനായിട്ട് പറ്റില്ല. നമുക്കിപ്പോൾ എന്താ പറയുക, സറൗണ്ടിങ്സ് മറന്ന് നമ്മൾ പാഷനേറ്റഡ് ആയിട്ട് അതിനകത്തേക്ക് മുഴുകിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമല്ലേ നമുക്ക് ചെയ്യാനായിട്ട്. എനിക്ക് പലപ്പോഴും അങ്ങനെ കേട്ടോ ഫീൽ ചെയ്യാറ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. എത്ര നേരം വേണമെങ്കിലും അതിന് ചെലവഴിക്കാനും നമുക്കൊരു മടി ഉണ്ടാവില്ല. അതിന് നമുക്ക് വളരെ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെയാണ് ഇത് ചെയ്യുമ്പോഴും. അതുകൊണ്ട് തന്നെ വലിയ ടൈം കൺസ്യൂമിങ് എന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചർ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ പോർട്രേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം കുറച്ച് സമയം എടുക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ഏതൊരു ആർട്ട് വർക്കും നമ്മൾ ബെസ്റ്റ് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും മാക്സിമം നമ്മുടെ എഫേർട്ട് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു സെൽഫ് പോർട്രേറ്റ് ഏകദേശം ഒരു 3.5-4 മണിക്കൂർ എടുത്താട്ടോ ചെയ്തത്. അപ്പോൾ ജീസസിൻ്റെ പോർട്രേറ്റ് ആണെങ്കിലും അതും ഏകദേശം ഒരു 3-4 മണിക്കൂർ റേഞ്ച്, ആ ഒരു റേഞ്ച് അനുസരിച്ചാണ്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ ആർട്ടിസ്റ്റുകളാണ്. ആർട്ടിസ്റ്റുകൾക്ക് വേണ്ട ഒരു പ്രത്യേകതരം ഒരു കഴിവാണ് അല്ലെങ്കിൽ ഒരു സ്കില്ലാണ് പേഷ്യൻസ്. ആ പേഷ്യൻസ് ഇതിലേക്ക് നമുക്ക് പുട്ട് ചെയ്യേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കുത്തിട്ടും നമ്മളിങ്ങനെ
മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ നേരെ വരച്ചു പോകും. ഇതിൽ വേറെ പരിപാടി മൊത്തം കുത്തുകൾ കൊണ്ടുള്ള ഒരു അഭ്യാസമാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇതുപോലുള്ള ആർട്ട് വർക്ക് ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് കൂടി ഈ പുതിയ മെത്തേഡ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു ദിവസം വേറെ കിടിലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പുറത്ത് അടിപൊളിയായിട്ട് മഴ തകർത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ പറഞ്ഞ് വീണ്ടും മുഷിപ്പിക്കുന്നില്ല, കുഞ്ഞൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരുന്നവരെ ഇറ്റ്സ് മീ ഡിനിറ്റ് പി നോബിൾ സൈനിങ് ഓഫ് ഫ്രം ടെക് ആർട്ട് ബ്ലോഗ് സഫാരി. അപ്പോൾ അടുത്തൊരു ദിവസം കാണും വരെ ടാറ്റാ ബൈ ബൈ.